ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫിലേക്ക്. GCC ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ട്രംപ് സാമ്പത്തിക സഹകരണവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്ന ചർച്ചകളിലും പങ്കാളിയാകും. ഗാസയിലെ സംഘർഷം, റഷ്യ-യുക്രൈൻ യുദ്ധം എന്നിവയാണ് മറ്റ് ചർച്ചാ വിഷയങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഗൾഫ് സന്ദർശനം നിർണായക ചർച്ചകൾക്ക് വഴിയൊരുക്കും. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലാണ് ട്രംപ് ആദ്യം എത്തുന്നത്. ചൊവ്വാഴ്ച അമേരിക്കൻ സൗദി നിക്ഷേപ ഫോറം, എണ്ണ, സാമ്പത്തിക രംഗങ്ങളിലെ സഹകരണ ചർച്ച, മേഖലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയാണ് ആദ്യ ദിവസത്തെ ചർച്ചാ വിഷയങ്ങൾ. സൗദി അറേബ്യ $1 ലക്ഷം കോടി അമേരിക്കയിൽ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനം ചർച്ചകളിലുണ്ടാകും. ബുധനാഴ്ച റിയാദിൽ നടക്കുന്ന GCC ഉച്ചകോടിയിലും ട്രംപ് പങ്കെടുക്കും. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ-യുക്രൈൻ യുദ്ധം, ഇന്ത്യ-പാക് സംഘർഷം, ഗാസയിലെ ആക്രമണങ്ങൾ, യമൻ ഹൂതി സംഘർഷം, ചൈനയുമായുള്ള വ്യാപാര യുദ്ധം എന്നിവയെല്ലാം ചർച്ചാ വിഷയമാകും. വ്യാഴാഴ്ച ഖത്തറിലെത്തുന്ന പ്രസിഡന്റ് അമീറുമായി കൂടിക്കാഴ്ച നടത്തും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. വെള്ളിയാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് UAE-യിലെത്തുന്നത്. ആഭ്യന്തര ആവശ്യത്തിന് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കണമെന്ന് സൗദി അറേബ്യയും UAE-യും ചർച്ചകളിൽ ആവശ്യപ്പെടും. ചൈനയ്ക്കു പകരം അമേരിക്കയുമായുള്ള വ്യാപാരം ശക്തിപ്പെടുത്താൻ ട്രംപ് ഗൾഫ് രാജ്യങ്ങളോട് നിർദ്ദേശിക്കുമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, ദുബായ്.